എങ്ങനെയാണ് കൂടുതൽ മോട്ടിവേഷൻ നേടുക? എങ്ങനെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? വിജയം ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ പരാജയങ്ങളിൽ മടുക്കാതെ എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ സാധിക്കുക? ഒരു ഫോർമുല പറഞ്ഞു തരട്ടെ. ഒരൊറ്റ ഫോർമുലയാണ് നിങ്ങൾക്കായി ഇന്ന് തരാനുള്ളത്. പ്രൊഡക്ടിവിറ്റി ഈക്വൽസ് എനർജി ബൈ സിസ്റ്റം എഫിഷ്യൻസി. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ലഭിക്കപ്പെട്ടിട്ടുള്ളത് വെറും 24 മണിക്കൂറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡും പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ അളക്കാൻ നമ്മുടെ എനർജിയെ എഫിഷ്യൻസി കൊണ്ട് ഹരിച്ചാൽ മതി. ഓഫ് കോഴ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എനർജി ആർ പോസിറ്റീവ്ലി പ്രൊപ്പോർഷനേറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ നാം വർദ്ധിപ്പിക്കേണ്ടത്, നാം മാക്സിമത്തിൽ എത്തിക്കേണ്ടത് നമ്മുടെ എനർജിയാണ്. ആൻഡ് വാട്ട് ഈസ് എനർജി? ഒറ്റ വാക്യത്തിൽ പൊരുതി മുന്നേറാനുള്ള നമ്മുടെ ക്ഷമത എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി നമ്മിലെ എനർജി അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാനുള്ള കുറച്ച് ട്രിക്സ് നമുക്ക് പരിചയപ്പെടാം. നമ്പർ 1, പാഷൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രമേൽ പാഷനേറ്റ് ആണെന്ന് സ്വയം വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ എത്രമേൽ പാഷനേറ്റ് ആകുന്നുവോ അത്രമേൽ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് അഥവാ ഡോപാമിൻ കൂടുകയാണ്. ഇത് നമുക്ക് നാം ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരും, ഹാപ്പിനെസ് തരും. പലപ്പോഴും നമ്മിൽ പലർക്കും 12 മണിക്കൂർ നിർത്താതെ സിനിമകളും സീരീസുകളും ഗെയിമുകളും തുടർച്ചയായി ഒരു മടിയുമില്ലാതെ കാണാനും കളിക്കാനും സാധിക്കും. ഇതേ സമയം ഒരു 10 മിനിറ്റ് പുസ്തകത്തിൽ നോക്കി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ശ്രദ്ധയോടുകൂടി പഠിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എക്സാക്ട്ലി അത് നമ്മുടെ ഈ പാഷൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ്. ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമുക്കത് ബോറല്ലേ? കാരണം ബോറിംഗ് ആയ ഒരു സബ്ജക്റ്റിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നമ്മൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ്ഡ് ആകുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ബോറിംഗ് ആയി എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യുക എന്നുള്ളത്. നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അത്രമേൽ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു വിഷയം മനസ്സിലാക്കാനായി നാം ശ്രമിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും കാര്യം അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ, അതിപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു മുട്ടായി കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടുകൊണ്ടോ ആവാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുകയും നമുക്ക് കൂടുതൽ അതിൽ ശ്രദ്ധ ചെലുത്താനാവുകയും നമുക്കത് മനസ്സിലാവുകയും നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. Now we move on to number 2, assess your capability. ശാരീരികമായും മാനസികമായും നാം കേപ്പബിൾ ആണോ, എത്രമാത്രം ഞാൻ കേപ്പബിൾ ആണ് എന്ന് സ്വയം വിലയിരുത്തുക. ഇത് വിദഗ്ധമായി പരിശോധിക്കാൻ സഹായിക്കുന്ന വൈ യു ആർ ടയേർഡ് എന്ന ഒരു വീഡിയോ നാം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അതിൽ നമ്മുടെ ഉറക്കം, നമ്മുടെ ഡയറ്റ്, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നിവയൊക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ടിപ്പ് നമ്പർ 3, റിവാർഡിങ് യുവർ സെൽഫ്. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ടാസ്കുകൾ എയിം ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാനായാൽ സ്വയം റിവാർഡ് ചെയ്തു തുടങ്ങുക. ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പി ആകുവാനും അത് നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുവാനും സഹായിക്കും. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ട്രിക്കാണ് വലിയ ലക്ഷ്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് അത്രമേൽ സന്തോഷമൊന്നും നൽകാത്തതും ഇത് ഞാൻ എന്തിനു പഠിക്കുന്നു എന്ന ചോദ്യം നിങ്ങളിലേക്ക് നൽകുന്നതുമായിരിക്കും. പക്ഷേ ആ സമയം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഇത് പഠിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു എഞ്ചിനീയർ ആവാൻ, എനിക്കൊരു ഡോക്ടറാകാൻ സാധിക്കും, അങ്ങനെ എൻ്റെ ഫാമിലിയെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ആൻഡ് എക്കണോമിക്കലി സ്റ്റേബിൾ ആകുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ജീവിതം നയിക്കുവാനും എനിക്ക് സാധിക്കും എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ചെറിയ ടാസ്ക് അച്ചീവ് ചെയ്ത് വലിയ ഗോളിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്പർ 4, ഫൈൻഡ് യുവർ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്ടറാണ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഒരു മേഖലയിൽ പഠനം നടത്താതിരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ഫിനോമിനനാണിത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കില്ല നാം പഠിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം ഇഷ്ടമില്ലാത്തൊരു മേഖല നാം തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സിൻസിയർ ആയിട്ടുള്ള അപേക്ഷയാണ്, പ്ലീസ് സ്വിച്ച് ഇൻ ടു യുവർ പാഷൻ വൈസ്ലി. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് തുടരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് അധികമൊന്നും ലഭിക്കാനില്ല. അതേസമയം നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ സന്തോഷവാനായിരിക്കും. നിങ്ങൾ അതിൽ റിസർച്ച് ചെയ്യുന്നതിൽ കൂടുതൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ കണ്ടെത്തുവാനും ഇന്നോവേഷൻസ് നടത്താനും നിങ്ങളിൽ തന്നെ ക്രിയേറ്റീവായി മാറാനും നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ എനർജിയെ ഏറ്റവും ഉയരത്തിലെത്തിക്കുക നിങ്ങളെടുക്കുന്ന ഈ ഒരു തീരുമാനമായിരിക്കും. നിങ്ങളുടെ എനർജിയെ 3 ഇരട്ടിയായി എൻഹാൻസ് ചെയ്യാനുള്ള 4 ടിപ്പുകളാണ് നാം ഇപ്പോൾ കണ്ടത്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.